ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ വേണ്ടെന്ന് വെക്കുന്നതാണ് സാക്രിഫൈസ്. അത് ജീവിതത്തിൽ പലപ്പോഴും പല നഷ്ടങ്ങളും നമുക്ക് സഹിക്കേണ്ടി വരും. ചില സമയങ്ങളിലെങ്കിലും നമ്മൾ നമുക്കും വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പലതും കേൾക്കേണ്ടി വരും. ഒന്ന് ഈ വീഡിയോ കണ്ടു നോക്കി. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസ് അല്ലേ? നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ കൂടി ചേർത്തിട്ടാ പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്ന ഒരു സാക്രിഫൈസ് അല്ലേ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ആവാം, പക്ഷെ ഞാനങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഇതിൽ എനിക്ക് വിശ്വാസം ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ സാക്രിഫൈസ് ചെയ്ത് എന്റെ ഒരു സന്തോഷങ്ങളും എന്റെ ചെറിയ ചെറിയ ഈ പാഷനേറ്റ് ആയിട്ടുള്ള, ഇപ്പം ചേച്ചിക്ക് പാട്ട് അല്ലെങ്കിൽ എനിക്ക് നൃത്തം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ സമയം കണ്ടെത്തി അതിന് പിന്നാലെ പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത്, അവരെല്ലാം നമ്മുടെ ഭർത്താവിന് വേണ്ടി മാത്രം നമ്മൾ നിൽക്കുന്നു. അവരവരുടെ ബിസിനസ്സോ ജോലിയോ അവരുടെ നിലയിൽ അവർ ഉയർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മക്കള് അവര് പഠിച്ചു വലുതായി വലിയ ആൾക്കാരായി ഇരിക്കും. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അവര് നമ്മളോട് തിരിച്ചു ചോദിക്കും, അമ്മക്ക് എന്താ ചെയ്യാൻ വയ്യായിരുന്നോ? അമ്മയോട് ആര് പറഞ്ഞു? നമ്മുടെ ഭർത്താവും ചോദിക്കില്ലേ, നിനക്കെന്താ, നിനക്ക് പടം വരയ്ക്കണമായിരുന്നെങ്കിൽ വരച്ചുകൂടായിരുന്നു, ആരെങ്കിലും പറഞ്ഞു വരയ്ക്കണ്ടെന്ന് എന്നല്ലേ ചോദിക്കുള്ളൂ. എല്ലാരും ചോദിക്കും, ഇത്രയും വർഷം നീ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ഈ അടുക്കളക്കകത്ത് ഒരു പണിയില്ലാതെ ചുമ്മാ നിന്നോട് ആരാ പറഞ്ഞത്? അതൊരിക്കലും അത് തിരിച്ചറിയണം നമ്മള്. അത് അവരുടെയും കുറ്റമല്ല, നമ്മൾ ചെയ്യുന്നോണ്ടാണ് അവർ അംഗീകരിക്കുന്നത്. നമുക്ക് തിരക്കുണ്ടെങ്കിൽ അവരും നമ്മളെ സഹായിക്കും, അവരുടെ കുറ്റമൊന്നല്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം എന്റെ മോന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് വയ്യ നീ ഇത് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യില്ലേ? എല്ലാവരുടെയും മക്കള് ചെയ്യും. പക്ഷെ കൊച്ചിലെ തൊട്ട് മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കാതെ മക്കളിരിക്കുന്നിടത്ത് ഭക്ഷണവും കൊടുത്ത് നമ്മള് ഓവറായിട്ട് നമ്മളവരെ പാമ്പർ ചെയ്ത് നമ്മൾ തന്നെയാണ് അത് അങ്ങനെ വഷളാക്കി അവര് ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാത്തൊരു ലെവലിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.